കൊല്ലങ്കോട് ഉപജില്ലാ കലോത്സവ നഗരിയിൽ രുചിയുടെ ഉത്സവമൊരുക്കുകയാണ് കൊടുവായൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. കലോത്സവ നഗരിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ വിശന്ന് നട്ടം തിരിഞ്ഞാൽ പിന്നെ രണ്ടാമതൊന്ന് ആലോചിക്കാനില്ല. നേരെ ഓഫീസിന് സമീപമുള്ള ചായപ്പീടികയിൽ എത്തുക. പത്തിരിയും ചിക്കനും അല്ലെങ്കിൽ കപ്പയും ചമ്മതിയും ഒക്കെ കഴിച്ച് വിശപ്പടക്കാം. പിന്നെ ഒരു നാരങ്ങ മുട്ടായും നുണഞ്ഞ് പതുക്കെ പുറത്തിറങ്ങാം. ന്യായവിലയ്ക്ക് ലഭിക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ ആസ്വദിക്കാൻ ഒട്ടേറെ പേരാണ് ചായപ്പീടികയിലെത്തുന്നത്. പീടികയിലെ വരുമാനം വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് തീരുമാനം. ഇത് കുട്ടികളുടെ ഒരു ചെറിയ സംരംഭമാണ്. പക്ഷേ രുചിയിലും ഗുണത്തിലും ഒരു ഒത്തുതീർപ്പുമില്ല. കല ആസ്വാദകരെ മാത്രമല്ല, ഭക്ഷണപ്രേമികളെയും സ്വാഗതം ചെയ്യുകയാണ് കലോത്സവ നഗരിയിലെ ഈ കൊച്ചു ചായപ്പീടിക. പ്രധാന വിഭവങ്ങൾ പലതും കുട്ടികൾ രക്ഷിതാക്കളുടെ സഹായത്തോടെ വീടുകളിൽ പാചകം ചെയ്ത് എത്തിച്ചതാണ്. കുട്ടികളുടെ ഈ സംരംഭത്തെ പിന്തുണച്ചെത്തിയവരിൽ ഏറെയും അധ്യാപകരാണ്. പറയട്ടെ, നല്ല രസമുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണെന്ന് അറിഞ്ഞു. അതേ രുചി. ശരിക്കും കുട്ടികൾക്ക് ഇങ്ങനത്തെ സംരംഭകത്വം വളർത്താൻ ഇതുപോലുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്. അവർ തന്നെയാണ് ഇത് ഡിമാൻഡ് ചെയ്തതെന്നും അറിയാം. അപ്പോൾ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഓരോ കുട്ടിക്കും. അവരുടെ ഈ വേഷം സ്റ്റൈൽ തന്നെ ഒരു ഷെഫിനെ പോലെയാണ്. അവരുടെ ആ പെരുമാറ്റവും ആ ഒരു രീതിയിലേക്ക് വന്നു. ശരിക്കും ഞങ്ങളും ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമസ്കാരം. നമ്മുടെ സ്കൂളിൽ നടക്കുന്ന സബ് ജില്ലാ കലോത്സവത്തിൻ്റെ ഭാഗമായി ഇവിടുത്തെ അധ്യാപകരും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും ചേർന്ന് ഒരു ചെറിയ സംരംഭമായിട്ടുള്ള ചായപ്പീടിക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിലെ വെൽഫെയർ ഫണ്ട് ഡെവലപ്പ് ചെയ്യാനും അതേപോലെ കുട്ടികൾക്ക് കച്ചവട സാധ്യതകൾ മനസ്സിലാക്കാനുമുള്ള കൂടിയുള്ള ഒരു സംരംഭമാണിത്. അതിലെല്ലാവരും സഹകരിക്കുക. കുട്ടികൾക്ക് ഇങ്ങനൊരു ആശയം തോന്നിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അവർക്ക് എല്ലാ സപ്പോർട്ടും നിങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങളും കുട്ടികൾ ഇങ്ങനെയൊരു ഉദ്യമത്തിന് മുന്നിട്ടിറങ്ങുമ്പോൾ കൊടുവായൂരുകാർക്ക് മാറി നിൽക്കാനാകുമോ? കൊടുവായൂരിലെ വ്യാപാരി സമൂഹവും ഈ കുട്ടി സംരംഭത്തിന് ഉദാരമായി സംഭാവന നൽകി. മിഠായികളും ശീതളപാനീയങ്ങളും ചെറുകടികളുമെല്ലാം വ്യാപാരികളുടെ സ്പോൺസർഷിപ്പിൽ വാങ്ങിയതാണ്. ഏതായാലും കുട്ടികളുടെ ഈ ഉദ്യമത്തെ നിറഞ്ഞ മനസ്സോടെ ഏറ്റെടുത്തിരിക്കുകയാണ് സഹപാഠികളും അധ്യാപകരും കലാപ്രേമികളായ നാട്ടുകാരും.